അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സൂറത്ത് നജ്മിലെ 27 മുതൽക്കുള്ള ഏതാനും ഭാഗങ്ങളാണ് ഇനി ജബ്ബാർ പറയുന്നത്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി ലയുസമ്മൂനൽ മലായികത തസ്മിയത്തൽ ഉൻസ. നിശ്ചയം പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ അവർ മലക്കുകൾക്ക് പെണ്ണുങ്ങളുടെ പേര് പറയുന്നു, അല്ലെങ്കിൽ അവരെ സ്ത്രീകളായിട്ട് പറയുന്നു. ഇവിടെ ജബ്ബാർ പറയുന്നത് അള്ളാഹുവിന് മലക്കുകളെ പെണ്ണുങ്ങളെ പേര് പറഞ്ഞതിലാണ് പ്രയാസം എന്ന് പറഞ്ഞാൽ, അതിലൂടെ ജബ്ബാർ പറയാൻ കൊതിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ജബ്ബാർ തൻ്റെ ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം, അള്ളാഹുവിന് നേരത്തെ ജബ്ബാർ പറഞ്ഞ മാതിരി തന്നെ പെണ്ണുങ്ങളോട് അറബികൾക്കിൽ ചില ഗോത്രങ്ങൾക്കുണ്ടായിരുന്നത് പോലെ തന്നെ അള്ളാഹുവിന് പെണ്ണുങ്ങളോട് ദേഷ്യമാണ്, വെറുപ്പാണെന്ന്. യഥാർത്ഥത്തിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിക്കുകയും മലക്കുകളെ സംബന്ധിച്ച് ഇവർ വെച്ച് പുലർത്തിയിരുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള സുബുദ്ധികളായിട്ടുള്ള വിവേകശാലികളായ നിഷ്പക്ഷരായിട്ടുള്ള ഏത് മനുഷ്യനും, അയാൾ ദൈവവിശ്വാസി പോലും ആവണ്ട, നിരീശ്വരവാദി ആയാൽ പോലും അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വിവേകം അല്ലെങ്കിൽ സുബുദ്ധി, ഇങ്ങനെയുള്ള ഗുണങ്ങളൊന്നും ജബ്ബാറിനില്ലാത്തത് കൊണ്ട് ജബ്ബാറിന് എന്തും വിളിച്ചു പറയാം. തൻ്റെ ശ്രോതാക്കളെ എങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാൻ അയാൾക്ക് കഴിയും. മാത്രമല്ല, അയാൾ ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ പറയുന്നൊരു സംഗതിയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾക്ക് ആവർത്തിക്കേണ്ടി വരുന്നുണ്ട്, കാരണം ഖുർആൻ ആവർത്തിക്കുന്നത് കൊണ്ടാണ്. ഖുർആൻ ആവർത്തിച്ച് നുണ പറയുന്നത് കൊണ്ട് നമ്മൾക്കും അങ്ങനെ നുണ പറയേണ്ടി വരുന്നു എന്നാണ് ജബ്ബാർ വ്യംഗ്യമായി പറയുന്നത്. കാരണം നുണ എന്ന പദം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗീബൽസിയൻ കളവിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ജബ്ബാർ പറയേണ്ടതാണ്. യുക്തിവാദികളെ സംബന്ധിച്ച്, നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കള്ളം പറയുക എന്നുള്ളത് ഒരു മോശപ്പെട്ട അധാർമികമായിട്ടുള്ള സംഗതിയായിട്ട് അവർ പണ്ടേ മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ കാഴ്ചപ്പാടുകൾ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അവർക്ക് എന്ത് കളവും പറയാം, അത് ആവർത്തിച്ച് പറയാം എന്നുള്ളതാണ് ജബ്ബാർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ അവർ മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞിരുന്ന എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ. അള്ളാഹുവിൻ്റെ അടിയാറുകളായിട്ടുള്ള മലക്കുകളെ അവർ സ്ത്രീകളായിട്ട് സങ്കല്പിച്ചു എന്നാണ്. ഇവിടെ ജഅലുൽ മലായികത്ത, ഒരു മലക്കുകൾ ഇനാസൻ, സ്ത്രീകളായിട്ട് സങ്കല്പിച്ചു. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വച്ചിട്ടുള്ള സംഗതിയാണ്. മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറയിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഈ മലക്കുകളെ സ്ത്രീകളായിട്ട് സങ്കല്പിക്കുക എന്ന സംഗതി ആരാണ് ചെയ്യുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ അവർ ലയുസമ്മൂനൽ മലായികത തസ്മിയത്തൽ ഉൻസ. അവർ മലക്കുകളെ പെണ്ണുങ്ങൾ എന്ന് വിളിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യരെ പോലെ ആണും പെണ്ണും എന്നുള്ള രണ്ട് ഇണകളായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൊരു വിഭാഗമല്ല. മലക്കുകളിൽ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പ്രകൃതവുമല്ല മലക്കുകളുടേത്. പക്ഷേ ഇവിടെ മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ മലക്കുകളെ ഈ പെണ്ണുങ്ങളായിട്ട് മാത്രം ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് അറേബ്യയിൽ അന്നുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ അവസ്ഥ. അതിനെയാണ് ഇവിടെ ഖുർആൻ ചോദ്യം ചെയ്യുന്നത്. ഒന്ന്, ഈ മലക്കുകളെ കണ്ടിട്ടില്ലാത്ത
കാണാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു ജനവിഭാഗം. അവർ പാരമ്പര്യമായിട്ട് മലക്കുകളെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും പാരമ്പര്യത്തിൽ നിന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു വിവരം വെച്ചിട്ട് പിന്നീട് അവിടെ വിഗ്രഹപൂജ വന്നപ്പോൾ അവർ മലക്കുകളെ അള്ളാഹുവിൻ്റെ പെൺമക്കളായി ചിത്രീകരിച്ചു, സങ്കല്പിച്ചു എന്നുള്ളതാണ്. അല്ലാതെ ഇവർക്ക് എവിടെ നിന്നാണ് മലക്കുകളെ അവർ കണ്ടിട്ടില്ല. മലക്കുകളിൽ ആണും പെണ്ണും ഉണ്ടോ എന്നതുപോലും അവർക്കറിയില്ല. അതൊന്നും അറിയാതെയാണ് അവർ മലക്കുകളെ പെണ്ണുങ്ങളായിട്ട് അള്ളാഹുവിൻ്റെ പെൺസന്തതികളായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിന് കാരണം എന്താണ്? അവരതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്താണ്? അത് അവർക്ക് പരലോകത്തിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം പരലോകത്തിൽ വിശ്വാസമുള്ള, അള്ളാഹുവിൻ്റെ അടുത്ത് വിചാരണ നേരിടേണ്ടി വരും എന്ന് ബോധ്യമുള്ള ആരെ സംബന്ധിച്ചായിരുന്നാലും അവർക്ക് അത്തരത്തിലുള്ള വിശ്വാസം വെച്ച് പുലർത്താൻ കഴിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അതിലൂടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അതുപോലും ജബ്ബാറിന് പിടിച്ചിട്ടില്ല. കാരണം ജബ്ബാർ എന്ന് പറയുന്ന യുക്തിവാദി, അയാൾ ദൈവനിഷേധിയാണ്, സ്വാഭാവികമായിട്ടും പരലോക നിഷേധിയാണ്. പക്ഷേ പരലോക നിഷേധവും ദൈവനിഷേധവും അയാൾ കൈക്കൊള്ളുന്നു എന്നതുകൊണ്ട് ജബ്ബാർ അത് സ്വീകരിക്കില്ല, വിശ്വസിക്കില്ല എന്നതുകൊണ്ട് പരലോകം ഇല്ലാതാവില്ല, അള്ളാഹു ഇല്ലാതാവില്ല. അപ്പോൾ ഇവരുടെ ഈ സ്വഭാവം ഇവിടെ ഖുർആൻ എടുത്തു പറയുന്നുള്ള. തുടർന്ന് പറയുന്നത് വമാലഹും ബിഹി മിൻ ഇൽം, യഥാർത്ഥത്തിൽ അവർക്കതുമായിട്ടൊരു ഇൽമും ഇല്ല, ഒരു അറിവും ഇല്ല. അതായത് ഈ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് സങ്കല്പിച്ച് പറയുന്ന ഈ ആളുകൾക്ക് മലക്കുകളെ സംബന്ധിച്ചൊരു വിവരമില്ല. അതുകൊണ്ടാണ് അവർ പറയണതെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇയ്യത്തബിയൂന ഇല്ലല്ലന്ന, അവർ ഊഹത്തെ പിൻപറ്റുന്നു. അതായത് ഊഹം വച്ചിട്ടാണ് അവരിത് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദേവന്മാർ, ദേവിമാർ എന്നിങ്ങനെ രണ്ട് വിഭാഗമായിട്ട് മലക്കുകളെ വിഭജിച്ചപ്പോൾ അറബികളെ സംബന്ധിച്ച്, അവരെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അവർക്ക് പെണ്ണുങ്ങൾ എന്നുള്ള ദേവിമാർ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ, ദേവന്മാരുണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് ദേവന്മാർ, ദേവിമാർ എന്ന് പറയുന്നത് പോലെ ഇവർ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മലക്കുകളെ സംബന്ധിച്ച് എന്തോ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പെണ്ണുങ്ങളാണ് എന്നുള്ള സങ്കല്പം അവർ വെച്ചു പുലർത്തി. ഇത് കേവലം ഊഹമാണ്, യാഥാർത്ഥ്യവുമായിട്ട് അതിനൊരു ബന്ധമില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. കാരണം ഊഹമാണെന്ന് പറയാൻ കാരണം അവർക്ക് അള്ളാഹുവിൽ നിന്ന് വല്ല വിവരവും അത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടെങ്കിലേ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു വിവരം അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ സംബന്ധിച്ച് ഊഹം എന്ന് പറയുന്നത്. ഊഹം കൊണ്ട് വല്ലതും നേടാൻ കഴിയുമോ? വഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖ് ഷൈഅ, സത്യവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഈ ഊഹം കൊണ്ട് യാതൊരു കാര്യമില്ലാന്ന്. സത്യമെന്താണ്? മലക്കുകൾ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. അവർക്ക് ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ല. എന്നാൽ അങ്ങനെയുള്ളവർ ലിംഗപരമായിട്ടുള്ള ഒരു സ്വഭാവത്തിലല്ല അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ള അത് മനസ്സിലാക്കാതെയാണ് ഇവർ ഊഹം വെച്ചുകൊണ്ട് സ്ത്രീകളെ മലക്കുകളെ സ്ത്രീകളായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ആ ഊഹം കൊണ്ടൊരു കാര്യം അവർക്ക് നേടാൻ സാധ്യമല്ല, ഈ ലോകത്ത് നേടാൻ സാധ്യമല്ല, പരലോകത്ത് നേടാൻ സാധ്യമല്ല എന്നതാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഇത് വെച്ചിട്ട് മൂപ്പരുടെ ഒരു കമൻ്റ് എന്താണ്? മുശ്രിക്കുകളുടെ ഈ വിശ്വാസം ഊഹമാണ്, മുഹമ്മദിൻ്റെ അത് പുഹയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറയുന്നതിന് യാതൊരു തത്വമില്ല, മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന യാതൊരു ആശയവുമില്ല എന്നാണ് ജബ്ബാർ അതിലൂടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇത്രയ്ക്ക് മരമണ്ടനാണ് ഈ ജബ്ബാർ എന്നത് അയാളുടെ ഈ ഖുർആൻ വിശദീകരണം കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ബോധ്യമാവും. ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകൾ ഇത് അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ, അത് മറ്റൊരു പ്രശ്നമാണ്. ഒരു മൗലികമായിട്ടുള്ള ഒരു സംഗതി, മനുഷ്യന് അറിയാത്ത ഒരു സംഗതിയെ സംബന്ധിച്ച് അവൻ ഒരു അഭിപ്രായം പാസ്സാക്കുമ്പോൾ ആ അഭിപ്രായം എന്ന് പറയുന്നത് അറിവിൻ്റെ അല്ലെങ്കിൽ പ്രമാണത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഊഹമായിട്ടേ മാറുള്ളൂ. അപ്പോൾ ഈ ഊഹം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യവുമായിട്ട് അതിന് ബന്ധം ഉണ്ടാവുമോ? അതുണ്ടാവില്ലാന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ഇത് ഖുർആൻ അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്താണ്. അള്ളാഹുവാണ് ഇവിടെ ഈ സംഗതി പറയുന്നത്.
പക്ഷെ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ജബ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആനെ സംബന്ധിച്ച് വിശകലനം നടത്തുന്നത്. എന്നിട്ട് ഖുർആൻ ഈ പറയുന്നത് പുഹയാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ പുഹ പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ജബ്ബാറിനെ പോലുള്ള ആളുകളാണ് പുഹ പറയുന്നത്. അല്ലാതെ ഇവിടെ ഖുർആനോ അല്ലാഹുവോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ല എന്നത് ഏതൊരു നിഷ്പക്ഷമതിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ ആളുകളുടെ വിജ്ഞാനത്തെ സംബന്ധിച്ച് എന്നിട്ട് പറഞ്ഞു ഫഅരിദ് അമ്മൻ തവല്ല അൻ ദിക്രിന വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുന്യ. അപ്പോൾ ഇത്തരത്തിലുള്ള അർത്ഥരഹിതമായിട്ടുള്ള സംഗതികൾ പറയുമ്പോൾ സാമാന്യ ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ആളുകൾ ചെയ്യേണ്ടത് എന്താ? അപ്പോൾ ജബ്ബാർ ഈ നിഷേധപരമായിട്ടുള്ള തനിക്ക് കടന്ന് കയറാൻ അല്ലെങ്കിൽ തനിക്ക് കൈകാര്യം ചെയ്യാൻ അധികാരമില്ലാത്ത അവകാശമില്ലാത്ത മേഖലകൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവഗണിക്കുക എന്നതാണ് വെക്കാൻ പറ്റുക. നമ്മളെന്തുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആന് വിരുദ്ധമായി ജബ്ബാർ ഇങ്ങനെയൊക്കെ ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കണോണ്ടാണ്. അല്ലെങ്കിൽ ജബ്ബാർ ഈ പറയുന്നതൊക്കെ അവഗണിക്കേണ്ട സംഗതികളാണ്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മക്കയിലാണല്ലോ ഈ സൂറ മക്ക ജീവിതത്തിലാണ് അവതരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ നിഷേധികളായിട്ടുള്ള മുശ്രിക്കുകളായ ആളുകളുടെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. ഇതുപോലെ ജബ്ബാറിനോട് തർക്കിക്കണോണ്ട് കാര്യമില്ലാത്ത പോലെ. കാരണം അള്ളാഹുവിൻ്റെ മലക്കുകളെ സംബന്ധിച്ച് യാതൊരു വിവരമില്ലാത്ത ജബ്ബാറിനെ പോലെ തന്നെയുള്ള ആളുകളാണ് മലക്കുകളെ പെൺമക്കളായിട്ട് സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരോട് അതിനെ സംബന്ധിച്ച് പറയുന്നതിനേക്കാൾ അവരെ അവഗണിക്കുകയാണ് ഏറ്റവും നല്ലത്. അവരോട് തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് ഫഅരിദ് അമ്മൻ തവല്ല അൻ ദിക്രിന വലം യുരിദ് ഇല്ലൽ ഹയാത്തദ് ദുന്യ. ഈ മലക്കുകളെങ്ങനെ പെൺമക്കളല്ലാണ്ട് പെൺമക്കളൊക്കെ ആയിട്ട് സങ്കല്പിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിക്കുന്നത് പാരത്രിക ജീവിതത്തിലുള്ള നേട്ടമൊന്നുമല്ല. ഈ ഭൂമിയിൽ തങ്ങളുടെ ചില കാര്യങ്ങൾ സാധിക്കേണ്ടതുണ്ട്. അതിനിങ്ങനെയുള്ള മലക്കുകളെയും മറ്റുമൊക്കെ പ്രീണിപ്പിച്ചാൽ അവർ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടൊക്കെ നേടിത്തരും എന്നുള്ള വിശ്വാസമാണ് ഇവർക്ക് ഇതിനെ പ്രചോദകമായിട്ടുള്ളത്. അതും യഥാർത്ഥത്തിൽ ഊഹമാണ്. അതും പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഗതിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് തർക്കിച്ചിട്ട് കാര്യമല്ല, അവരെ അവഗണിച്ചേക്കാണ് നല്ലത്. അവർ പറയണമെന്ന് പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ അരിദ് അമ്മൻ തവല്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൊരു സംഗതി അവഗണിക്കുക. അങ്ങനെയുള്ളല്ലോ വസ്തുതകളായിട്ട് കേൾക്കാനും അംഗീകരിക്കാനും തയ്യാറില്ലാത്തവരെ അവഗണിക്കാനുള്ളത്. മറ്റൊന്ന്, ഇത്തരം രംഗങ്ങളിൽ ക്ഷമിക്കാനുള്ള നിർദ്ദേശവും കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന് വല്ലാണ്ട് വിഷമിച്ചുകൊണ്ട് ഇവർ അസത്യത്തിൻ്റെ പിന്നാലെ തന്നെ കടിച്ചു തൂങ്ങാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ പ്രയാസപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതില്ല. അത് ക്ഷമിച്ചേക്ക്. അവരങ്ങനെയൊക്കെ പറയും, കാരണം അവർ വിവരമില്ലാത്ത ആളുകളാണ് എന്നാണ് ഇവിടെ ഖുർആൻ ഇതുകൊണ്ട് പറയുന്ന മറ്റൊരു സംഗതി. അതാണ് ദാലിക മബ്ലഗുഹും മിനൽ ഇൽമി. അവരുടെ ആകത്തുക, വിജ്ഞാനത്തിൻ്റെ ആകത്തുകയാണ് അവർ ഈ പറയണതെന്നാണ്. ഒരു വിവരമില്ലാതെ അവർ പറയുന്നു. അപ്പോൾ അവരുടെ അറിവിൻ്റെ ആകത്തുകയാണ് ഈ ഊഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുക എന്നുള്ളതെന്നല്ലാതെ അവർക്ക് അതിന് വ്യക്തമായിട്ടുള്ള യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു പ്രമാണവുമില്ല. അതുകൊണ്ട് അവരവഗണിക്കുകയും അവർ പറയുന്നത് ക്ഷമാപൂർവം വിട്ടുകളയുകയും ചെയ്തേക്കുക എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധകരായിട്ടുള്ള ആളുകളോടും വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിമൻ ഇഹ്തദ. ഈ ആളുകൾ കേവലം ഊഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പറയുന്നത് എന്ന് പറയാനുള്ള കാരണം, ആരാണ് യഥാർത്ഥത്തിൽ വഴിതെറ്റിപ്പോയ ആൾ, അസത്യജടിലമായിട്ടുള്ള സംഗതികൾ പറയുന്നവൻ ആരാണ്, സത്യം പറയുന്നവൻ സന്മാർഗചാരി ആരാണ്, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ച് സന്മാർഗം പ്രാപിച്ച ആളാരാണെന്നുള്ളതൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. ഈ ആളുകൾ വഴിതെറ്റിപ്പോയവരാണ്. അവരുടെ അടുത്ത് യാതൊരു പ്രമാണവുമില്ല. പ്രമാണരഹിതമായി ഊഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവരിതൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവരെ അവഗണിച്ചേക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്.